നമസ്കാരം. അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗുജറാത്ത് ട്രിപ്പ്, മുംബൈ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വെക്കേഷൻ്റെ ആഘോഷങ്ങൾക്കായിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് 11:50 ട്രെയിൻ. രാജധാനിയാണ് ബുക്ക് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ട്രിപ്പും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഇതുവരെ ലോങ് ട്രിപ്പ് ട്രെയിനിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആഗ്രഹിച്ചാണ് ട്രെയിൻ ബുക്ക് ചെയ്തത്. എങ്ങനെ ഉണ്ടെന്നറിയില്ല, ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം നമ്മൾ ഫെബ്രുവരിയിൽ എന്തോ നോക്കുന്ന സമയത്ത് തന്നെ ടിക്കറ്റ് അവൈലബിലിറ്റി കുറവായിരുന്നു. ഫസ്റ്റ് AC കിട്ടിയില്ല. സെക്കൻഡ് AC എടുത്തപ്പോഴും 2 സീറ്റ് എന്തോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പൻവേലിൽ നിന്നായിരുന്നു ട്രെയിൻ. അവിടെ കുറേ നേരം എന്തായാലും കുറച്ച് ടെൻഷൻ അടിച്ചു. ട്രെയിൻ വരുന്നതിന് കറക്റ്റ് ഒരു 7 മിനിറ്റ് മുന്നെയാണ് നമ്മൾ സ്റ്റേഷനിലെത്തിയത്. അതും നല്ല തിരക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തിരക്കുള്ള സ്റ്റേഷനൊക്കെ കാണുന്നത്. ഈ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര തിരക്കുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നല്ല ടയേർഡുമാണ് കാരണം നന്നായിട്ട് ടെൻഷൻ അടിച്ചു, ട്രെയിൻ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഓർത്തിട്ട്. അങ്ങനെ ട്രെയിൻ പൻവേൽ സ്റ്റേഷനിൽ നിന്ന് എടുത്തു. ഇനി നേരെ നാട്ടിലേക്കാണ്. ആക്ച്വലി ആഫ്റ്റർ ലോങ് ടൈം, ഒരു കുറേ നാളിന് ശേഷമാണ് ഇത്രയും വലിയ വെക്കേഷന് വേണ്ടി നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. രാജധാനി ആയതുകൊണ്ട് തന്നെ അധികം സ്റ്റോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അധികം നമുക്ക് ലഗേജ് കൂടുതലുള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നത്. കാരണം താഴെ മാത്രം വെക്കാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു ലഗേജ്. അതുകൊണ്ട് മുകളിലത്തെ ബർത്തിലും കൂടെ ലഗേജ് വെച്ചു. അപ്പം നേരം വെളുത്തപ്പോൾ തന്നെ അവർ കോഫി, ടീയും ഒരു ചെറിയ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നു. ഫുഡ് ഓൾറെഡി അതിനകത്ത് ഇൻക്ലൂഡാണ് ടിക്കറ്റിൽ. ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. എനിക്കത് മാത്രമല്ല, ഞാൻ ഈ ട്രെയിൻ ബുക്ക് ചെയ്യാനുള്ള റീസൺ ഈ കൊങ്കൺ വഴി മോർണിംഗ് പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് നല്ലപോലെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 8 മണിക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. നമ്മൾ വെജും നോൺ വെജും എടുത്തിട്ടുണ്ടായിരുന്നു. വെജിന് നഗറ്റ്സും ജസ്റ്റ് വേവിച്ച ഗ്രീൻ പീസും പൊട്ടറ്റോ ആയിരുന്നു. നോൺ വെജിന് സ്ക്രാമ്പിൾഡ് എഗ്ഗും അതുപോലെ തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയായിരുന്നു. ജസ്റ്റ് ഒരു ബ്രെഡ്, ചീസ്, ജ്യൂസ് ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ശരിക്കും ഇത്രയും ദൂരമൊക്കെ ട്രെയിനിലിരുന്നിട്ട് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹവും കൂടെ ആയിരുന്നു ഇത്രയും ദൂരം ട്രെയിനിലൊന്ന് യാത്ര ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ ട്രെയിൻ ഓടി ഓടി പോകുന്നതനുസരിച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടും. കാരണം നൈറ്റ് നാട്ടിൽ ചെന്നിട്ട് എല്ലാവരെയും കാണാൻ പറ്റും. കുറേ നാളിന് ശേഷം നാട്ടിലേക്ക് വരുവാണ്. അതൊക്കെ ഓർത്തിങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടായിരുന്നു ട്രെയിനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളും നദികളും ചെറിയ ചെറിയ തുരങ്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ലോങ് റൂട്ട് വന്നിട്ടുള്ളത് ആകെ മാംഗ്ലൂർ വരെയാണ്. ഇത്രയും ദൂരം വരുന്നതും ആദ്യമായിട്ടാണ് ട്രെയിനിൽ. അപ്പം അതിൻ്റെ എല്ലാം എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ശരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ട്രെയിനിലെ യാത്ര. ഇങ്ങനെ ഓരോ ദൂരം പിന്നിടുമ്പോഴേ ഇനിയിപ്പോൾ ഇത്ര സമയം എൻ്റെ നാട്ടിലെത്താനെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് എപ്പോൾ എത്തും എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുമായിരുന്നു. എല്ലാം ഓരോരോ എക്സ്പീരിയൻസ് അല്ലേ. നമുക്കിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ലീവ് കിട്ടി നാട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇടയ്ക്ക് എമർജൻസി വല്ലതും വന്നിട്ട് ഒരു 15 days 10 days ഒക്കെ എടുത്തിട്ട് മിക്കപ്പോഴും 1 month ലീവ് എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ നാട്ടിൽ ചെന്നാൽ ഇങ്ങോട്ട് വരുന്നത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാനുള്ള ടൈമായിട്ടുണ്ടാവും. അത്രയ്ക്ക് സ്പീഡിലാണ് ഡേയ്സ് പോണത്. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ട്രിപ്പ് പോകണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോണത്. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അത് ഗുജറാത്ത് മുംബൈയിലത്തെയാണ്. ഇനി ബാക്കി നാട്ടിൽ ചെന്നിട്ടാണ് കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറേ നോക്കി വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന 2 ദിവസം മുന്നേ തൊട്ട് നാട്ടിൽ നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമായിരുന്നു.
ഇടയ്ക്ക് വലിയ ഡിലേ ഉണ്ടായിരുന്നില്ല, എന്നാലും 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഡിലേയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ട്രെയിൻ. ഉച്ചയായപ്പോഴത്തേക്ക് അവർ ഫുഡ് കൊണ്ടുവന്നു. നമ്മൾ സെയിം നോൺ വെജ് ആൻഡ് വെജിറ്റേറിയൻ എടുത്തിരിക്കുന്നുണ്ട്. ഒരാൾക്ക് പനീറും ഒരാൾക്ക് ചിക്കനും ആയിരുന്നു. ബാക്കിയൊക്കെ സെയിം തന്നെ, ചോറ്, ഡാൽ, ഒരു യോഗേർട്ട്, പിന്നെ ചീസ്, ചപ്പാത്തി, ഇതൊക്കെ തന്നെയായിരുന്നു. ആ ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡിൻ്റെ റിവ്യൂ ഒന്നും പറയാനായിട്ട് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പൊതുവേ അങ്ങനെ നമ്മളെ നാടൻ ഫുഡ് അല്ലാതെ ബാക്കിയുള്ള ഫുഡ് പൊതുവേ ഞാൻ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കഴിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. വീണ്ടും കുറേ നേരം കിടന്ന് ഉറങ്ങി. കാരണം സമയം നോക്കിയിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, യാത്രയുടെ എല്ലാം ക്ഷീണം. ഈവനിങ് ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് പണിയിട്ട് തുടങ്ങി. 2 പേർക്കും നല്ലപോലെ ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ ചെന്ന് പനി പിടിക്കുമോ എന്നുള്ള പേടിയിലിരിക്കുമായിരുന്നു. ഏകദേശം ഒരു കുറച്ച് നേരം പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. കിടന്ന് ഉറങ്ങിയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഈവനിങ് ആയപ്പോൾ അടുത്ത സ്നാക്സ് കൊണ്ടുവന്നു. അതിനകത്തൊരു മിക്സ്ചർ പോലൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കോഫി ടീ, പിന്നെ അല്ലാണ്ട് ഒരു വട പോലെ എന്തോ ഒരു സാധനം, എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. ആ മിക്സ്ചർ പോലുള്ളത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു കേക്ക് പോലെ, എന്തോ ഒരു പേട പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചു. വീണ്ടും കാത്തിരിപ്പാണ്. ഇനി എത്ര ദൂരമുണ്ട്. ട്രെയിൻ ഇടയ്ക്ക് നാട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയായി. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു ½ ആൻ അവർ ഡിലേയിൽ കൊല്ലം സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി. ശരിക്കും കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം നാട്ടിലെത്തിയതിൻ്റെ സന്തോഷമാണ്. എല്ലാ പ്രാവശ്യം എയർപോർട്ടിലെത്തുന്നതിന് വരെ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇനി നാട്ടിലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.